നിങ്ങൾ എൻ്റെ കയ്യിൽ കാണുന്ന ഈ സൺസ്ക്രീൻസ് എല്ലാം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇതല്ല ഇതിലും കൂടുതലുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ പാക്കേജും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. പക്ഷേ ഇത് ഒരെണ്ണത്തെ പറ്റി എനിക്ക് 10 പറയാനുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ പ്ലിക്സിൻ്റെ സ്വന്തം സൺസ്ക്രീനാണ്. ഒരു ടൈമിൽ ട്രെൻഡിങ്ങിൻ്റെ പീക്കിൽ നിന്നിരുന്ന ഒരു സാധനമായിരുന്നു ഇത്. എൻ്റെ പൊന്നെ, എവിടെ തിരിഞ്ഞാലും പ്ലിക്സ്. അങ്ങനെ കുറേ ആൾക്കാരെ ഇത് കണ്ടിട്ട് ഞാനും വാങ്ങിയായിരുന്നു ഈ പ്രൊഡക്റ്റ്. ഒന്നും പറയാനില്ല സത്യം പറഞ്ഞാൽ. ഞാൻ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിന് മുമ്പ് പറയട്ടെ, ഇതാരും വാങ്ങണ്ട. ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആകെ ഒരു 2 or 3 ടൈംസ് യൂസ് ചെയ്തു. എന്നിട്ട് ഞാനിത് ഇപ്പോഴും കൈ വെച്ചിരിക്കുന്നത് കാശ് കൊടുത്ത് വാങ്ങി മുതലായതുകൊണ്ട് മാത്രം. അപ്പോൾ ഇതിങ്ങനെ തിരിച്ചിട്ടാട്ടോ ഇതിൻ്റെ അപ്ലിക്കേറ്റർ വന്നിട്ടുള്ളത്. എൻ്റെ പൊന്നു മക്കളെ, ഞാൻ നിങ്ങളോട് പറയാനാണെങ്കിൽ ഇത് വാങ്ങി കാശ് കളയണത് വെറുതെ. കാശും കളയും, നമ്മുടെ സ്കിന്ന് നശിക്കുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ഓയിലിന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു, ഞാൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം അത് എണ്ണ ഇങ്ങനെ മെഴുക് പോലെ നിൽക്കുക. അതേപോലെ കുരു വരുന്നതിന് നമ്മൾ സൺസ്ക്രീൻ ഇട്ട് പുറത്ത് പോകുന്നതിന് അതിനൊരു എഫക്റ്റ് 15 മിനിറ്റ് മുമ്പൊക്കെ തന്നെ ഞാൻ സൺസ്ക്രീൻ ഇട്ട് പോകാറ്. പക്ഷെ ഒരു കാര്യമില്ല, അത് കണ്ടോ ഇങ്ങനെ എണ്ണ മെഴുകിയ പോലെ ഇരിക്കും. ടാൻ അടിക്കുന്നുണ്ട്, അതിനൊരു മാറ്റമില്ല. പിന്നെ കുരു വരുന്നു, ഇത് തേച്ചിട്ട് കുരു വരുന്നതിന് ഒരു കയ്യും കണക്കൂല. ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ വാങ്ങിയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. ഡോണ്ട് യൂസ് ദിസ്. അത്ര എനിക്ക് പറയാനുള്ളൂ. അതേപോലെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സൺസ്ക്രീനെ കുറിച്ച് അറിയണമെങ്കിൽ എൻ്റെ ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ പറയാവേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചാച്ചാ.